നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിശോധന സമയപരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി. എന്യൂമറേഷൻ ഫോമുകൾ തിരികെ നൽകാനുള്ള സമയം ഡിസംബർ 11 വരെ. കരട് വോട്ടർ പട്ടിക ഡിസംബർ 16-ന്. 2026 ഫെബ്രുവരി 14-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കർദാസിനെയും N വിജയകുമാറിനെയും ഉന്നമിച്ച് മുൻ പ്രസിഡന്റ് A പത്മകുമാർ. ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ടെന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ പരാമർശം. രാജ്ഭവന്റെ പേര് മാറുന്നു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച രാജ്ഭവൻ പുതിയ പേര് സ്വീകരിച്ചു. ലോക് ഭവൻ എന്നാണ് രാജ്ഭവൻ ഇനി അറിയപ്പെടുക. ബിവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം. 2 പേർ പിടിയിൽ. നൂറനാട് പാറ്റൂർ സ്വദേശികളാണ് പിടിയിലായത്. നൂറനാട് പടനിലത്തെ ബിവറേജസ് ഔട്ട്ലെറ്റിലാണ് മോഷണം നടന്നത്. വിശദമായ വാർത്തകളിലേക്ക്. വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിശോധന സമയപരിധി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി. എന്യൂമറേഷൻ ഫോമുകൾ തിരികെ നൽകാനുള്ള സമയം ഡിസംബർ 11 വരെയാക്കി. കരട് വോട്ടർ പട്ടിക ഡിസംബർ 16-ന് പ്രസിദ്ധീകരിക്കും. 2026 ഫെബ്രുവരി 14-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. SIR നടപടികളിൽ സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെ സമയപരിധിയാണ് നീട്ടിയത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് കത്തയച്ചു. പുതിയ ഉത്തരവ് പ്രകാരം ഡിസംബർ 11 വരെ ഫോം വിതരണം ചെയ്യാം. ഡിസംബർ 16-നായിരിക്കും കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക. അന്തിമ പട്ടിക ഫെബ്രുവരി 14-നും പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന തുടക്കം മുതൽ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ ഡിസംബർ 4-നുള്ളിൽ ഫോം വിതരണം പൂർത്തിയാക്കണമെന്നും ഡിസംബർ 9-ന് കരട് പട്ടിക പുറത്തിറക്കണമെന്നും അന്തിമ പട്ടിക ഫെബ്രുവരി 7-ന് പുറത്തിറക്കണമെന്നുമായിരുന്നു നിർദ്ദേശം. കരട് പട്ടിക പുറത്തിറക്കാൻ ആവശ്യപ്പെട്ട ഡിസംബർ 9-നാണ് സംസ്ഥാനത്ത് ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പും നടക്കുന്നത്. സമയം നീട്ടിയതോടെ ഒരാഴ്ച കൂടുതലായി BLOമാർക്ക് ലഭിക്കും. ഒന്നാം ഘട്ടമായ വിവരശേഖരണം ഡിസംബർ 4-ന് അവസാനിക്കാനിരിക്കെ പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോമിന്റെ 15% സംസ്ഥാനത്ത് തിരികെ കിട്ടിയിരുന്നില്ല. 5 ദിവസത്തിനകം ബാക്കി ഫോം തിരിച്ചു വാങ്ങുന്നതും ഡിജിറ്റലൈസ് ചെയ്യുന്നതും അപ്രായോഗികമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിരുന്നു. അർഹരായ പലരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്ന ആശങ്ക പ്രകടിപ്പിച്ച അവർ സമയം നീട്ടണമെന്ന ആവശ്യം ആവർത്തിച്ചു. 99.5% ഫോമും വിതരണം ചെയ്തെന്നും ബാക്കിയുള്ളവയുടെ വിതരണം ഉടൻ പൂർത്തിയാകുമെന്നുമായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കറുടെ മറുപടി. ബാക്കിയുള്ളവയും പൂരിപ്പിച്ച് ഉടൻ തിരികെ കിട്ടും. ശനിയാഴ്ച വരെ ഡിജിറ്റലൈസ് ചെയ്തത് 75.35% ന്യൂസ് ഡെസ്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കർദാസിനെയും N വിജയകുമാറിനെയും ഉന്നമിച്ച് റിമാൻഡിലുള്ള മുൻ പ്രസിഡന്റ് A പത്മകുമാർ. ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ടെന്ന വാദമാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ പത്മകുമാർ ഉയർത്തുന്നത്. ശ്രീകോവിൽ കട്ടിളയിലെ സ്വർണ്ണപ്പാളികളിലെ സ്വർണം തട്ടിയ കേസിൽ 2019 ദേവസ്വം ബോർഡ് 8ാം പ്രതിയാണ്. ബോർഡ് തീരുമാനപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടന്നിരിക്കെ കൂട്ടുത്തരവാദിത്തത്തിൽ നിന്ന് അംഗങ്ങൾക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന നിലപാടാണ് ജാമ്യാപേക്ഷയിലൂടെ പത്മകുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും മൊഴി പ്രത്യേക അന്വേഷണ സംഘം എടുത്തിട്ടുണ്ടെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലുണ്ടായിട്ടില്ല. ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവും ഉദ്യോഗസ്ഥരായ മുരാരി ബാബു, D സുധീഷ് കുമാർ എന്നിവരും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡിന്റെ പരിഗണനയ്ക്ക് വന്നിരുന്നത്. കട്ടിള പൊതിഞ്ഞ സ്വർണ്ണപ്പാളി എന്നല്ല, പിച്ചളപ്പാളി എന്നാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇതിലെ പിച്ചള പത്മകുമാർ പച്ചമഷി കൊണ്ട് വെട്ടി ചെമ്പെന്ന് എഴുതി ചേർത്തു. എന്നാൽ ഇതിലൊന്നും പങ്കില്ലെന്നാണ് ശങ്കർദാസും വിജയകുമാറും പ്രത്യേക അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയത്. അതേസമയം രണ്ടുപേരും ബോർഡ് തീരുമാനത്തിൽ വിയോജിപ്പുണ്ടെന്ന് രേഖാമൂലം അറിയിച്ചിട്ടില്ലാത്തതിനാൽ ക്രമവിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അറിഞ്ഞില്ലെന്ന വാദത്തിന് സാധ്യത കുറയും. എതിർക്കാതിരുന്നത് ക്രമക്കേടിന് കൂട്ടുനിന്നതിന് തുല്യമായി മാറും. റിപ്പോർട്ടിൽ ചെമ്പെന്ന് എഴുതി ചേർത്തതിനെയും പത്മകുമാർ ജാമ്യാപേക്ഷയിൽ ന്യായീകരിക്കുന്നുണ്ട്. അടിസ്ഥാന ലോഹം ചെമ്പായതിനാലാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് വാദം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. രാജ്ഭവന്റെ പേര് മാറുന്നു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച രാജ്ഭവൻ പുതിയ പേര് സ്വീകരിക്കും. ലോക് ഭവൻ എന്നാണ് രാജ്ഭവൻ ഇനി അറിയപ്പെടുക.
2024 ചേർന്ന ഗവർണർമാരുടെ സമ്മേളനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് രാജ്ഭവനുകളുടെ പേര് ലോക് ഭവൻ എന്നാക്കണമെന്ന് നിർദ്ദേശിച്ചത്. രാജ്യത്തെ രാജ്ഭവനുകൾ ലോക് ഭവനുകളായി മാറുന്നു. കേരള രാജ്ഭവനും തിങ്കളാഴ്ച പുതിയ പേര് സ്വീകരിക്കും. കഴിഞ്ഞ വർഷം രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഗവർണർമാരുടെ സമ്മേളനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് രാജ്ഭവനുകളുടെ പേര് ലോക് ഭവൻ എന്നാക്കണമെന്ന് നിർദ്ദേശിച്ചത്. തുടർന്ന് രാജ്യത്തെ രാജ്ഭവനുകളും രാജ്നിവാസുകളും ലോക് ഭവൻ, ലോക് നിവാസ് എന്നിങ്ങനെ പേര് മാറ്റണമെന്ന് നവംബർ 25-ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനമിറക്കി. രാജ്ഭവൻ എന്നാൽ ഭരണാധികാരിയുടെ വസതി എന്നാണ് അർത്ഥം. ലോക് ഭവൻ എന്നാൽ ജനങ്ങളുടെ വസതിയെന്നും. രാജ്ഭവനുകളെ കൂടുതൽ ജനകീയമാക്കി സംസ്ഥാനങ്ങളിൽ ഗവർണർമാരുടെ സാന്നിധ്യം കൂടുതൽ പ്രത്യക്ഷമാക്കാനാണ് NDA സർക്കാരിന്റെ ഈ റീബ്രാൻഡിംഗ്. BJP അനുഭാവികളായ ഗവർണർമാർ ഇതിനകം തന്നെ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന തരത്തിലുള്ള ഒട്ടേറെ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ കേരള രാജ്ഭവൻ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ട്രാവലേഴ്സ് ബംഗ്ലാവായിരുന്നു. 29.6 ഏക്കർ വിസ്തൃതിയാണുള്ളത്. 1966-ൽ ഐക്യ കേരളം രൂപീകരിച്ചപ്പോൾ കേരളത്തിൽ 3 രാജ്ഭവനുകൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ പ്രധാന വസതിക്ക് പുറമെ ഗവർണറുടെ വേനൽക്കാല വസതിയായ ബോൾഗാട്ടി പാലസും ദേവികുളം കൊട്ടാരവും രാജ്ഭവനുകളായാണ് അറിയപ്പെട്ടിരുന്നത്. ഇവ പിന്നീട് വിവിധ വകുപ്പുകൾക്ക് കൈമാറി. ന്യൂസ് ഡെസ്ക്. പുനലൂരിന് തണുക്കുന്നു. ചൂട് 8.5 ഡിഗ്രി കുറഞ്ഞു. രാത്രി താപനില 19.5 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പകൽ താപനില 24 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. സാധാരണ പകൽ താപനില 32.5 ഡിഗ്രി വരെ എത്തുന്നതാണ്. പതിവില്ലാതെയാണ് 8.5 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞത്. സാധാരണ താപനിലയെ അപേക്ഷിച്ച് പുനലൂരിൽ 8.5 ഡിഗ്രി സെൽഷ്യസിന്റെ കുറവാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. രാത്രി താപനില 19.5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. സാധാരണഗതിയിൽ പുനലൂരിൽ താപനിലയിൽ ഉയർന്ന വർധനവാണ് രേഖപ്പെടുത്തേണ്ടത്. 32.5 ഡിഗ്രി വരെ എത്തേണ്ട താപനിലയാണ് പതിവില്ലാതെ 8.5 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞത്. ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീനഫലം കൂടിയാണ് താപനില കുത്തനെ കുറയാൻ കാരണമായതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്താകെ തണുത്ത അന്തരീക്ഷം അനുഭവപ്പെടുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം പുനലൂരിലും തണുപ്പ് രേഖപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. കനത്ത മേഘങ്ങൾ മൂലം സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിലേക്ക് എത്തുന്നില്ല. ഇതുമൂലം ഭൂമി ചൂടായി അന്തരീക്ഷം ചൂടുപിടിക്കുന്നുമില്ല. ഇതിനാൽ പകലും രാത്രിയും താപനില കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. ചുഴലിക്കാറ്റും മറ്റു സിസ്റ്റങ്ങളും പ്രദേശത്തെ താപനില കുറയാൻ കാരണമായതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ബിവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം നടത്തിയ 2 പേർ പിടിയിൽ. നൂറനാട് പാറ്റൂർ സ്വദേശികളാണ് പിടിയിലായത്. നൂറനാട് പടനിലത്തെ ബിവറേജസ് ഔട്ട്ലെറ്റിലാണ് മോഷണം നടത്തിയത്. കഴിഞ്ഞ 23-നായിരുന്നു സംഭവം. 24-ാം തീയതി ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് പരിശോധിച്ചപ്പോൾ മദ്യത്തിന്റെ കുറവ് കണ്ടു. തുടർന്ന് സ്റ്റോക്ക് ഇൻചാർജ് ഔട്ട്ലെറ്റിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മദ്യക്കുപ്പി മോഷ്ടിച്ചത് മനസ്സിലായത്. നൂറനാട് പടനിലത്ത് പ്രവർത്തിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം മോഷ്ടിച്ചതിന് നൂറനാട് പാറ്റൂർ സ്വദേശി കിച്ചു, പാറ്റൂർ കൃഷ്ണഭവനത്തിൽ കണ്ണൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ബിവറേജസ് ഔട്ട്ലെറ്റിൽ പ്രീമിയം കൗണ്ടറിലെത്തി മദ്യം വാങ്ങിയ യുവാക്കൾ 1 കുപ്പി ബിയർ വാങ്ങി ഗൂഗിൾ പേ വഴി പണമടച്ച ശേഷം തിരികെ പോകുമ്പോൾ ജീവനക്കാർ കാണാതെ മദ്യക്കുപ്പി കൈക്കലാക്കി കടക്കുകയായിരുന്നു. സംശയമുള്ള യുവാക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. കൊല്ലം ജില്ലാ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷനാണ് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തിയത്. പന്മനമനയിൽ GLPSലാണ് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. കൊല്ലം ജില്ലാ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് കളരിപ്പയറ്റ് ജില്ലാ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. പന്മന കൃഷ്ണായനം കളരിയുടെ ആതിഥേയത്വത്തിൽ പന്മന മനയിൽ GLPSലായിരുന്നു പരിപാടി. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA കളരിപ്പയറ്റ് ഉദ്ഘാടനം ചെയ്തു. കളരിപ്പയറ്റിൽ നിന്ന് ഉത്ഭവിച്ചതാണ് കരാട്ടെ പോലെയുള്ള നമ്മുടെ മാർഷൽ ആർട്സുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള കളരിപ്പയറ്റിന് കൂടുതൽ പ്രാമുഖ്യം നൽകുകയും അത് ലോക ഭൂപടത്തിലേക്ക് എല്ലായിടത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെയും കൂടെ ഭാഗമായിട്ടാണ് സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ ഇപ്പോൾ ഒരു കായിക വിനോദം എന്നുള്ളതിലുപരി ഒരു സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ഒക്കെ തന്നെ കളരിപ്പയറ്റുകൾ വിവിധ ഇവന്റുകളിൽ നമ്മുടെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ്റെയൊക്കെ ഇവന്റുകളിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് പ്രോഗ്രാമായിട്ട് മാറ്റുന്നതിനെ കുറിച്ചുമൊക്കെ സജീവമായി ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി ഒരുപാട് രക്ഷകർത്താക്കൾ, പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ച സാധുവിൻ്റെയൊക്കെ വളരെ അകമഴിഞ്ഞ പിന്തുണയുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന അസോസിയേഷൻ കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം. കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ ഹൈദരാബാദ് വെച്ച് നടക്കുമ്പോഴും സാബുവിന്റെ മകൾ അവന്തികയും മാത്രമല്ല
കൂടെ 2 കുട്ടികൾ രക്ഷകർത്താക്കൾക്ക് അനുഗമിക്കാൻ പറ്റാത്ത കുട്ടികളെയും കൂടെ ചേർത്ത് പിടിച്ച് അവരെയും കൂടെ ആ സ്പോർട്സിന് നമ്മുടെ ദേശീയ ഗെയിംസിൽ ഹൈദരാബാദിൽ കൊണ്ടുപോയി അന്ന് ബൈക്കിലൊക്കെ തന്നെ കൊണ്ടുപോവുകയും അവരെ പങ്കെടുപ്പിക്കുകയും അതിൻ്റെ അനുഭവങ്ങൾ പിന്നെ ഒന്ന് പങ്കെടുക്കും അതിൻ്റെ പാളിച്ചകളും അതുപോലെ ഗുണമുള്ള വശങ്ങളും എല്ലാം തന്നെ സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഈ വരുന്ന വർഷങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചോദനമാകും. PC സുനിൽ അധ്യക്ഷത വഹിച്ചു. G ഗോപകുമാർ, AK ശശിധരൻ ഗുരുക്കൾ, ശശി S ഗുരുക്കൾ, മോഹനൻ ഗുരുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ശബരിമലയിൽ മൃതദേഹങ്ങൾ സ്ട്രെച്ചറിൽ ചുമന്നിറക്കുന്നത് നിർത്തലാക്കി ഹൈക്കോടതി. സന്നിധാനത്ത് നിന്നും മൃതദേഹങ്ങൾ പമ്പയിലേക്ക് കൊണ്ടുപോകുന്നതിന് ആംബുലൻസ് സൗകര്യം നിർബന്ധമാക്കണമെന്ന് ജസ്റ്റിസുമാരായ വി രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. ഹൃദയാഘാതം പോലുള്ള കാരണങ്ങളാൽ സന്നിധാനത്ത് വെച്ച് മരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ സ്ട്രെച്ചറിലാണ് ഇപ്പോൾ പമ്പയിലേക്ക് മാറ്റുന്നത്. ഈ രീതിയിൽ മൃതദേഹങ്ങൾ മാറ്റുന്നതിൽ കോടതി ഞെട്ടലും അതൃപ്തിയും രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ ചുമന്നുകൊണ്ടുവരുന്ന കാഴ്ച മലകയറി വരുന്നവർക്ക് കടുത്ത മാനസിക വിഷമമുണ്ടാക്കുന്നതായും കോടതി പറഞ്ഞു. ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ആദ്യ 8 ദിവസങ്ങളിൽ തന്നെ 8 തീർത്ഥാടകർ ഹൃദയാഘാതം മൂലം മരിച്ചു. ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട 180ഓളം സംഭവങ്ങളാണ് ഓരോ മണ്ഡലകാലത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിൽ 40-42 പേരെങ്കിലും ഓരോ മണ്ഡലകാലത്തും സന്നിധാനത്തെ ആശുപത്രിയിൽ മരിക്കാറുണ്ട്. ശബരിമല കയറ്റത്തിനിടെ പെട്ടെന്നുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ പലർക്കുമുണ്ട്. ചിലർക്ക് അത് അപ്പോൾ തന്നെയോ അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷമോ ഹൃദയാഘാതമായും മാറാം. ഈ സാഹചര്യത്തിൽ സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തർക്ക് വഴിമധ്യേ ആവശ്യത്തിന് വിശ്രമവും മറ്റും ലഭിക്കണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് ഇക്കാര്യം ഗൗരവപൂർവ്വം പരിഗണിക്കാൻ കോടതി ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. തീർത്ഥാടകർക്ക് ആവശ്യമായ സുരക്ഷ, ആരോഗ്യം, ചിട്ട എന്നിവ സംബന്ധിച്ച് ബോർഡ് പ്രോട്ടോകോൾ തയ്യാറാക്കണം. ഇതിൽ ആരോഗ്യ സംബന്ധിയായ കാര്യങ്ങൾ, ആൾക്കൂട്ട നിയന്ത്രണം, വിർച്വൽ ക്യൂ സംബന്ധിച്ച കൃത്യമായ കാര്യങ്ങൾ ഉണ്ടാകണം. ഇതോടൊപ്പം പ്ലാസ്റ്റിക്, രാസകുങ്കുമം ഉൾപ്പെടെ പരിസ്ഥിതിക്ക് ദോഷകരമാകുന്ന കാര്യങ്ങൾ കൊണ്ടുവരരുത് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവണമെന്നും കോടതി വ്യക്തമാക്കി. ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് വഴിയുള്ള തർക്കത്തെ തുടർന്നുണ്ടായ വെല്ലുവിളി ഏറ്റുമുട്ടലിൽ കലാശിച്ചു. ഭരണിക്കാവ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം. +1 വിദ്യാർത്ഥികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ബസ് ജീവനക്കാരുടെയും നാട്ടുകാരുടെയും സംയോജിത ഇടപെടലാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് വഴിയുള്ള തർക്കത്തെ തുടർന്നുണ്ടായ വെല്ലുവിളിയാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. ഭരണിക്കാവ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലായിരുന്നു വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. ബസ് ജീവനക്കാരുടെയും നാട്ടുകാരുടെയും സംയോജിത ഇടപെടലാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. നഗരത്തിലെ പ്രമുഖ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഭരണിക്കാവ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് തർക്കം തീർക്കാമെന്ന് ഇരുവരും വെല്ലുവിളിച്ചു. തുടർന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിലെത്തി. തുടർന്ന് പരസ്പരം ഏറ്റുമുട്ടി. സംഘർഷത്തിനിടെ വിദ്യാർത്ഥികളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ബസ് ജീവനക്കാർ ഇടപെട്ട് കൈക്കലാക്കി. തുടർന്ന് ഇവർ തന്നെ സ്ഥിതിഗതികൾ ശാന്തമാക്കുകയായിരുന്നു. ഭരണിക്കാവ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇത്തരത്തിലുള്ള സംഘർഷം പതിവാകുന്നതായി ബസ് ജീവനക്കാർ പറയുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഹോട്ടലിന്റെ ജനൽച്ചില്ലകൾ തകർന്നിരുന്നു. പ്രദേശത്ത് പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന G കാർത്തികേയൻ ഫൗണ്ടേഷന്റെ 12ാമത് പുരസ്കാരത്തിന് മുൻ മന്ത്രി PK ഗുരുദാസൻ അർഹനായി. 25,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡിസംബർ 2 ചൊവ്വാഴ്ച പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. G കാർത്തികേയൻ ഫൗണ്ടേഷന്റെ 12ാമത് പുരസ്കാരത്തിന് മുൻമന്ത്രി PK ഗുരുദാസൻ അർഹനായി. 25,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡിസംബർ 2 ചൊവ്വാഴ്ച രാവിലെ 8:30 ജിയുടെ വസതിയിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുരസ്കാരം കൈമാറും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പുരസ്കാരം സമ്മാനിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി V.S. അച്യുതാനന്ദൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതാവായിരുന്ന കാനൻ രാജേന്ദ്രൻ, പ്രശസ്ത വിപ്ലവ ഗായിക PK മേദിനി, മുൻ നിയമസഭാംഗമായിട്ടുള്ള പ്രൊഫസർ മീനാക്ഷി തമ്പാൻ, എഴുത്തുകാരൻ പ്രൊഫസർ പുതുശ്ശേരി രാമചന്ദ്രൻ, പരിസ്ഥിതി പ്രവർത്തകനായ കല്ലേൻ പുക്കൂറൻ ഉൾപ്പെടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ച് കഴിഞ്ഞ 2 ഘട്ടമായി ചുനക്കര ജനാർദ്ദൻ നായർ സാർക്കും തൊട്ട് മുമ്പ് കഴിഞ്ഞ വർഷം കേരളത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലാകമാനം അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തനായ ജീവകാരുണ്യ പ്രവർത്തനായ ഡോക്ടർ സാമരാജൻ ഞങ്ങൾക്ക് ചെയ്യുന്നു. മന്ത്രി J ചിഞ്ചുറാണി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. മുല്ലക്കര രത്നാകരൻ, K രാജൻ ബാബു, PS സുരേഷ്, കിരൺ ബാബു, നൂർനാട് മോഹൻ എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. KP മുരളീധരനാണ് ശില്പം രൂപകൽപ്പന ചെയ്യുന്നത്. അഡ്വക്കേറ്റ് അനിലസ് കലേലി ഭാഗം, K രവീന്ദ്രൻ പിള്ള, അഡ്വക്കേറ്റ് R രാജേന്ദ്രൻ, K സെയ്തുകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ബൂത്ത് തല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്നത് ബൂത്ത് ഓഫീസുകളിലാണ്. സാധാരണ ബൂത്ത് ഓഫീസുകളിൽ നിന്നും വ്യത്യസ്തമായി ഓഫീസ് നിർമ്മിച്ചിരിക്കുകയാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിലെ LDF പ്രവർത്തകർ. ഇന്നലകളിലെ ഗ്രാമകാഴ്ചകളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനെ വേറിട്ടതാക്കുന്നത്. കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോകൾ വെച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സജ്ജീകരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓണാട്ടുകരയുടെ ഗ്രാമകാഴ്ചകളെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിലെ LDF പ്രവർത്തകർ. ഈ ഓഫീസ് ഏറെ ശ്രദ്ധ നേടി എന്നതാണ് ഏറെ പ്രത്യേകത. അതിന് കാരണം ഓണാട്ടുകരയുടെ കാർഷിക സംസ്കൃതിയാണ് ഇവിടെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾക്ക് പകരം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് എന്തിന് എന്ന് ചോദിക്കുമ്പോൾ ഇന്നലകളുടെ മൺമറഞ്ഞുപോയ ഗ്രാമീണ കാഴ്ചകളാണ് നമുക്കിവിടുന്ന് പുനരാവിഷ്കരിക്കുന്നത്. അതിന് കാരണം നമ്മളെങ്ങനെ നമ്മളായി എന്ന് ബോധ്യപ്പെടുത്തലാണ് ഈ ചിത്രത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാറു നടുന്നതും കാളപൂട്ടുന്നതും കറ്റച്ചുമടും ചക്രം ചവിട്ടലും കുട്ടനെയ്ത്തും തൊണ്ടുതല്ലലും കള്ളുചത്തലും മത്സ്യബന്ധനവും എല്ലാം ഇവിടുത്തെ ബൂത്ത് ഓഫീസിൻ്റെ ചുവരുകളിൽ കാണാം. നമ്മളെങ്ങനെ നമ്മളായെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ ചിത്രങ്ങൾ. പ്രതാപൻ രാജപ്പൻ എന്ന ചിത്രകാരനും 25ഓളം കുട്ടികളും ചേർന്നാണ് ഈ ചിത്രങ്ങൾ വരച്ചത്. പുതുതലമുറയ്ക്ക് കഴിഞ്ഞ കാലത്തെ ജീവിത സാഹചര്യങ്ങൾ കാണിച്ചു കൊടുക്കാനും എങ്ങനെയാണ് ഇന്നത്തെ ലോകം കരുപിടിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കാനുമാണ് പനമ്പായിൽ ചിത്രങ്ങൾ വരച്ച് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ മുന്നിൽ ചേർത്തിട്ടുള്ളത്. ഈ ചിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പുതുതലമുറയുടെ 90% അവരുടെ പൂർവികർ ഈ തൊഴിൽ മേഖലകളിൽ പണിയെടുത്തവരാണ്. അവരിൽ നിന്ന് ഇന്ന് കാണുന്ന ഈ പ്രകൃതിയിലേക്ക്, ഇന്ന് കാണുന്ന ഈ മാറ്റത്തിലേക്ക് കൊണ്ടുവന്നത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം വരുമ്പം മാറി മാറി വരുന്ന ഇടതുപക്ഷ സർക്കാരുകളാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന ബോധ്യപ്പെടലിലേക്ക് വരികയാണ്. പഴയ തലമുറയെയും പുതിയ തലമുറയെയും അവരിൽ ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഈ ഓർമ്മ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടുകയാണ്. തികച്ചും വേറിട്ട ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇതിനോടകം തന്നെ നാടിൻ്റെ ശ്രദ്ധയും പിടിച്ചുപറ്റിയിട്ടുണ്ട്. പത്തിയൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് സംവിധാനങ്ങൾ തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അധികാരത്തിലുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള, സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ ഭരണസമിതിക്കാലത്ത് സമഗ്രമായ വികസന പ്രവർത്തനങ്ങളാണ് പത്തിയൂർ വിദ്യാഭ്യാസ രംഗത്തും അതേപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ രംഗത്തും ആരോഗ്യപരമായിട്ടുള്ള രംഗത്തുമൊക്കെ വലിയ വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വോട്ടർമാരെയും സംബന്ധിച്ചിടത്തോളം ഈ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് എപ്പോഴും ഇടതുപക്ഷ ചായ്വുള്ള ഒരു പഞ്ചായത്താണ്. ഈ വാർഡിൽ നിന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല ഘട്ടങ്ങളിലായി ഈ പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം വഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിശോധന സമയപരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി. എന്യൂമറേഷൻ ഫോമുകൾ തിരികെ നൽകാനുള്ള സമയം ഡിസംബർ 11 വരെ. കരട് വോട്ടർ പട്ടിക ഡിസംബർ 16-ന്. 2026 ഫെബ്രുവരി 14-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് 2019-ലെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കർദാസിനെയും N വിജയകുമാറിനെയും ഉന്നമിച്ച് മുൻ പ്രസിഡന്റ് A പത്മകുമാർ. ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ടെന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ പരാമർശം. രാജ്ഭവന്റെ പേര് മാറുന്നു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച രാജ്ഭവൻ പുതിയ പേര് സ്വീകരിക്കും. ലോക് ഭവൻ എന്നാണ് രാജ്ഭവൻ ഇനി അറിയപ്പെടുക. ബിവറേജ് ഔട്ട്ലെറ്റിൽ മോഷണം. 2 പേർ പിടിയിൽ. നൂറനാട് പാറ്റൂർ സ്വദേശികളാണ് പിടിയിലായത്. നൂറനാട് പടനിലത്തെ ബിവറേജസ് ഔട്ട്ലെറ്റിലാണ് മോഷണം നടന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.